ഇടുക്കി വിഷൻ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designing in the Proudy, Gayatri Designs. Ladies wear, gents wear and kids wear in all categories. Gayatri Designs Wedding Center, Kattapana, Thodupuzha. നമസ്കാരം. ഇടുക്കി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. ഇടുക്കിയിൽ ഒന്നാം ഘട്ടമായി 5300 പട്ടയങ്ങൾ വിതരണം ചെയ്യുമെന്ന് ജില്ലാ കളക്ടർ GR ഗോകുൽ. 21-ന് കട്ടപ്പനയിൽ നടക്കുന്ന പട്ടയമേളയുടെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലെന്നും കളക്ടർ. ഹോട്ടൽ ഉടമയെ വെട്ടിക്കൊന്ന കേസിലെ പ്രതി കട്ടപ്പന പോലീസിന്റെ പിടിയിലായി. കൊച്ചിയിലെ പ്രമുഖ ഹോട്ടൽ ഉടമയെ വെട്ടിക്കൊന്ന പുളിയൻമല പരുത്തിക്കാട്ടിൽ PS രതീഷിനെയാണ് കട്ടപ്പന പോലീസ് പിടികൂടിയത്. മന്ത്രി M മണിയെ കടുത്ത ഭാഷയിൽ വിമർശിച്ച രാജ്മോഹൻ ഉണ്ണിത്താൻ. കിളിയാറകണ്ടം വാഹനാപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന യുവതി മരണമടഞ്ഞു. രാജമുടി സ്വദേശിനി ചേരോലിൽ ഷിജിയാണ് മരിച്ചത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം NB ബേബിയുടെ മകൻ മഞ്ജുഷിന് ജന്മനാട് കണ്ണീരോടെ വിട നൽകി. പൊള്ളുന്ന വേനലിൽ ഇളങ്കാറ്റിന്റെ തലോടൽ തേടി ഇല്ലിക്കല്ലിലേക്ക് സഞ്ചാരികളുടെ പ്രവാഹം. വാർത്തകൾ വിശദമായി. ഇടുക്കിയിൽ ഒന്നാം ഘട്ടമായി 5300 പട്ടയങ്ങൾ വിതരണം ചെയ്യുമെന്ന് ജില്ലാ കളക്ടർ GR ഗോകുൽ പറഞ്ഞു. 21-ന് കട്ടപ്പനയിൽ നടക്കുന്ന പട്ടയമേളയുടെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണെന്നും കളക്ടർ ഇടുക്കി വിഷനോട് പറഞ്ഞു. അർഹതപ്പെട്ട എല്ലാവർക്കും പട്ടയം നൽകുക എന്ന സർക്കാരിന്റെ പ്രഖ്യാപിത നയത്തിന്റെ ഭാഗമായാണ് ഒന്നാം ഘട്ട പട്ടയ വിതരണം നടത്തുന്നത് എന്ന് ഇടുക്കി ജില്ലാ കളക്ടർ GR ഗോകുൽ ഇടുക്കി വിഷനോട് പറഞ്ഞു. ഈ മാസം 21-ന് കട്ടപ്പനയിൽ നടക്കുന്ന പട്ടയമേളയുടെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലെത്തി. ഈ പട്ടയമേളയിൽ 5300-ലധികം പട്ടയങ്ങളാണ് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. അതിൽ 3000-ലധികം പട്ടയങ്ങൾ 3300-ലധികം പട്ടയങ്ങൾ 93 റൂൾസ് പ്രകാരം 1/1/1977 മുമ്പ് കുടിയേറിയ ആളുകൾക്കുള്ള പട്ടയമായിട്ടാണ് കൊടുക്കുന്നത്. ബാക്കിയുള്ള 2000-ഓളം പട്ടയങ്ങൾ 1964 റൂൾസ് പ്രകാരം പീരുമേട് ഭാഗത്തും പെരിഞ്ഞാങ്കുട്ടി ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി പ്രദേശത്തെ ഭാഗത്തുമാണ് കൊടുക്കുന്നത്. 5300 പേർക്കാണ് 21-ന് പട്ടയം നൽകുന്നത്. ഇതിൽ 3300 പട്ടയങ്ങൾ 1993-ലെ റൂൾസ് പ്രകാരം 1/1/77 മുൻപ് കുടിയേറിയവർക്കും 2000 പട്ടയങ്ങൾ 1964-ലെ റൂൾസ് പ്രകാരം പീരുമേട്, പെരിഞ്ചാങ്കുട്ടിയിലെ ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി പ്രദേശം എന്നിവയിൽ ഉൾപ്പെട്ടവർക്ക് ഉള്ളതാണ്. ഇത് തുടക്കം മാത്രമാണ് എന്നും തുടർന്നും അതാത് LA ഓഫീസുകൾ വഴി പട്ടയം നൽകുന്നതിനുള്ള നടപടികൾ തുടരുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ഇത് ജില്ലയിൽ പട്ടയം കൊടുക്കുന്നതിന്റെ ഒരു തുടക്കം മാത്രമാണ്. ഇനിയും നമുക്ക് 10,000-കണക്കിന് ആളുകൾക്ക് പട്ടയം കൊടുക്കുവാനുണ്ട്. പട്ടയമേളയ്ക്ക് ശേഷവും ഈ 7 സ്പെഷ്യൽ ഓഫീസുകളിലും നല്ല രീതിയിൽ തന്നെ ഇതേ സ്പീഡോടുകൂടി ഇതേ രീതിയിൽ തന്നെയുള്ള പട്ടയം കൊടുക്കാനുള്ള നടപടികൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. 21-ന് കട്ടപ്പനയിൽ വന്ന കർഷകർക്ക് പട്ടയം സ്വീകരിക്കുന്നതിന് ഗതാഗതം ഉൾപ്പെടെ വിപുലമായ സൗകര്യങ്ങളാണ് ജില്ലാ ഭരണകൂടം ഒരുക്കിയിരിക്കുന്നത്. ഓരോ LA ഓഫീസുകൾ കേന്ദ്രീകരിച്ചാണ് വാഹന സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. 21-ന് പട്ടയം വാങ്ങുവാൻ കഴിയാത്തവർക്കായി പിറ്റേ ദിവസം മുതൽ അതാത് LA ഓഫീസുകളിൽ നിന്നും നേരിട്ട് പട്ടയം വാങ്ങാവുന്ന തരത്തിൽ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നും കളക്ടർ പറഞ്ഞു. അവർക്ക് അന്ന് അവിടെ വന്നിട്ട് പട്ടയം സ്വീകരിക്കാം, അല്ലെങ്കിൽ അവർക്ക് കൺസേൺ LA ഓഫീസിൽ പോയിട്ട് അതിനുശേഷം പട്ടയം സ്വീകരിക്കാവുന്നതാണ്. 21-ന് നടക്കുന്ന പട്ടയമേളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കൂടാതെ തുറമുഖ വകുപ്പ് മന്ത്രി, വൈദ്യുതി വകുപ്പ് മന്ത്രി, ജലവിഭവ വകുപ്പ് മന്ത്രി, റവന്യൂ വകുപ്പ് മന്ത്രി എന്നിവരും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പങ്കെടുക്കും. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ, ഇടുക്കി. ഹോട്ടൽ ഉടമയെ വെട്ടിക്കൊന്ന കേസിലെ പ്രതിയെ കട്ടപ്പന പോലീസ് പിടികൂടി. കൊച്ചിയിലെ പ്രമുഖ ഹോട്ടൽ ഉടമയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പുളിയൻമല പരുത്തിക്കാട്ടിൽ PS രതീഷിനെയാണ് കട്ടപ്പന പോലീസ് പിടികൂടിയത്. ഹോട്ടൽ ഉടമയെ വെട്ടിക്കൊന്ന സംഭവത്തിലെ പ്രതിയാണ് കട്ടപ്പന പോലീസിന്റെ പിടിയിലായത്. കൊച്ചിയിലെ പ്രമുഖ ഹോട്ടൽ ഉടമയായ ജോൺസണാണ് മരിച്ചത്. ഹോട്ടലിലുണ്ടായ തർക്കത്തിൽ പുളിയമല സ്വദേശി പരുത്തിക്കാട്ടിൽ PS രതീഷ് ജോൺസനെ വെട്ടുകയായിരുന്നു. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നതിങ്ങനെ: ഹോട്ടലിന് സമീപം പാരഡേ റോഡിൽ വാടകയ്ക്ക് താമസിക്കുന്ന ടാക്സി ഡ്രൈവർ കൂടിയായ രതീഷുമായി ജോൺസൺ മുമ്പ് പരിചയമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഉച്ചസമയത്ത് ഹോട്ടലിലെത്തിയ രതീഷ് കഴിക്കാൻ വട ആവശ്യപ്പെട്ടു. വട നൽകിയെങ്കിലും കേടാണെന്നും പുളിപ്പാണെന്നും പറഞ്ഞ് രതീഷ് ബഹളം വെക്കുകയും ജോൺസനെ കളിയാക്കുകയും ചെയ്തു. കേടായ വടയ്ക്ക് പണം തരണ്ടെന്നും ശല്യം ചെയ്യാതെ കടയിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്നും ജോൺസൺ പറഞ്ഞതോടെ ഇയാൾ ബഹളം വെച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി. ഇതിനുശേഷം പഴം വാങ്ങാനായി ബൈക്കിൽ പുറത്തിറങ്ങിയ ജോൺസൺ തിരിച്ചു വരുമ്പോൾ ഹോട്ടൽ കെട്ടിടത്തിന് എതിർവശം രതീഷ് ബൈക്ക് തടഞ്ഞു നിർത്തുകയായിരുന്നു. സമീപത്തെ ബിയർ പാർലറിൽ പോയി മദ്യപിച്ച ശേഷം കത്തിയുമായി ജോൺസനെ കാത്തു നിൽക്കുകയായിരുന്നു ഇയാൾ.
ബൈക്കിൽ നിന്നിറങ്ങിയ ജോൺസന്റെ കഴുത്തിൽ രതീഷ് കത്തിക്കൊണ്ട് വെട്ടി. ആളുകൾ ഓടിയെത്തിയപ്പോഴേക്കും പ്രതി ഓടിമറിഞ്ഞിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ തിരച്ചിലാണ് വെള്ളിയാങ്കുഴിയിൽ നിന്നും കട്ടപ്പന സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രതിയെ പിടികൂടിയത്. കേസന്വേഷണ ചുമതലയുള്ള എറണാകുളം സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന് പ്രതിയെ കൈമാറി. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന. മന്ത്രി എം മണിയെ കടുത്ത ഭാഷയിൽ വിമർശിച്ച രാജ്മോഹൻ ഉണ്ണിത്താൻ യൂത്ത് കോൺഗ്രസ് ജാഥയ്ക്ക് കുമളിയിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനുഷ്യൻ അധപ്പതിച്ചാൽ മൃഗമാകും, മൃഗം അധപ്പതിച്ചാൽ കമ്മ്യൂണിസ്റ്റ് ആകും, കമ്മ്യൂണിസ്റ്റ് അധപ്പതിച്ചാൽ എം മണിയാകും. പ്രാകൃതമായ യുഗത്തിൽ ജീവിക്കുന്നവർ പോലും ചെയ്യാൻ അറയ്ക്കുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രി പറയുന്നു. എം മണി ഇടുക്കിക്കാരനാണ്, ഗ്രാമീണ ഭാഷയാണ്. വൈലോപ്പള്ളി ശ്രീധരമേനോൻ ഗ്രാമത്തിനെ കുറിച്ച് പാടിയിട്ടുണ്ട്. ഏത് ദൂസര സങ്കല്പത്തിൽ പിറന്നാലും ഏത് യന്ത്രവൽക്കര യുഗത്തിൽ വളർന്നാലും മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിൻ മണവും മമതയും സ്നേഹവും. ഇത്തിരി കൊന്ന പൂക്കളും. മിസ്റ്റർ ലംബോദര, അച്ഛനെന്ന് എഴുതിയാൽ ഓച്ഛനെന്ന് വായിക്കുന്ന ലംബോദര, വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ കവിത എടുത്ത് വായിക്കണം. ഗ്രാമത്തെക്കുറിച്ച്, ഗ്രാമീണ ജനതയെക്കുറിച്ച്, അവരുടെ സ്നേഹത്തെക്കുറിച്ച്, അവരുടെ വൈകാരിക പ്രകടനത്തെക്കുറിച്ച്. ദയവായി മിസ്റ്റർ പിണറായി വിജയൻ ഇത് ഇടുക്കിക്കാരുടെ ഭാഷയാണെന്ന് പറഞ്ഞാൽ പള്ളിക്കുടത്തിൽ പോയിട്ടുള്ള ഇടുക്കിക്കാർ തലചായ്ച്ചു പോകേണ്ടി വരും. പാടി താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുക തന്നെ വേണം. മിസ്റ്റർ മണി 4 പേരെ കൊന്നു, കുത്തിക്കൊന്നു, വെട്ടിക്കൊന്നു, വെടിവെച്ച് കൊന്നു, ചവിട്ടിക്കൊന്നു. ഒരു കേസേ വെറുതെ വിട്ടിട്ടുള്ളൂ. വിടുതൽ ഹർജി കൊടുത്ത കേസ് ഇനി ഒന്നേ പോയിട്ടുള്ളൂ. ഇനി 3 കേസുണ്ട്. മുകളിൽ ദൈവം എന്ന് പറയുന്ന ശക്തി ഉണ്ടെങ്കിൽ തന്റെ മന്ത്രിപ്പണിയുടെ കാലാവധി തീരുന്നതിന് മുമ്പ് ഒരു ദിവസമെങ്കിലും ജയരാജനെ പോലെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടക്കേണ്ടി വരും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നയിക്കുന്ന യൂത്ത് മാർച്ചിന് കട്ടപ്പനയിൽ സ്വീകരണം നൽകി. പത്തനംതിട്ട MP ആന്റോ ആന്റണി പരിപാടി ഉദ്ഘാടനം ചെയ്തു. എവിടെ നിന്നാണ് കള്ളപ്പണം വരുന്നത്? കള്ളപ്പണം വരുന്നത് നിയമപരമായ മാർഗത്തിലൂടെയാണോ? കള്ളപ്പണം കടന്നു വരുന്ന വഴികൾ മയക്കുമരുന്നിന്റെ വഴികളിലൂടെ, ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെ, ക്രിമിനൽ വഴികളിലൂടെ, അങ്ങനെയൊക്കെയാണ് ഈ കള്ളപ്പണം കടന്നു വരുന്നത്. അപ്പോൾ ഏത് വഴിയിലൂടെയും പണം സമാഹരിച്ചാൽ ആ പണം വെളുപ്പിച്ചു കൊടുക്കുന്ന ദൗത്യമാണ് കള്ളപ്പണം പിടിക്കാൻ പോയ ഒരു ഗവൺമെന്റ് ഏറ്റെടുത്തത് എന്നുള്ളതാണ്. കള്ളക്കടത്തുകാർക്കും ദേശവിരുദ്ധ പ്രവർത്തകർക്കും ഒത്താശ ചെയ്യുവാനാണ് നരേന്ദ്രമോദി സർക്കാർ നോട്ട് നിരോധനം ഏർപ്പെടുത്തിയതെന്ന് പത്തനംതിട്ട MP ആന്റോ ആന്റണി പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് നയിക്കുന്ന യൂത്ത് മാർച്ചിന് കട്ടപ്പനയിൽ ഏർപ്പെടുത്തിയ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്ത്രീ സുരക്ഷ വെറും കടലാസിലൊതുക്കുന്ന സർക്കാരിനെതിരെ 21-ാം തീയതി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന മാർച്ചിന് മുന്നോടിയായിട്ടാണ് കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും ജാഥ നടക്കുന്നത്. വർഗീയതയ്ക്കെതിരെ നാടുണർത്താൻ, ഭരണത്തകർച്ചയ്ക്കെതിരെ മനസ്സുണർത്താൻ എന്ന മുദ്രാവാക്യമാണ് യൂത്ത് കോൺഗ്രസ് ജാഥയിൽ ഉന്നയിക്കുന്നത്. കട്ടപ്പനയിലെത്തിയ ജാഥയ്ക്ക് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത്. സ്വീകരണ യോഗത്തിന് മുന്നോടിയായി പ്രവർത്തകർ കട്ടപ്പന നഗരത്തിൽ പ്രകടനവും നടത്തി. തുടർന്ന് നടന്ന യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് രാജു അധ്യക്ഷനായിരുന്നു. DCC സെക്രട്ടറി AP ഉസ്മാൻ, യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് പ്രസിഡന്റ് ബിജോ മാണി, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മനോജ് മുരളി, ജോയി വെട്ടിക്കുഴി, തോമസ് രാജൻ, TS ബേബി, സജീവ് KS, ജോണി ചിരാങ്കുന്നൽ, AM സന്തോഷ് എന്നിവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസിന്റെ വിവിധ നേതാക്കന്മാരും പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നയിക്കുന്ന യൂത്ത് മാർച്ചിന് കുമളിയിലും സ്വീകരണം നൽകി. AICC അധ്യക്ഷൻ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ നേതൃത്വത്തിലുള്ള യൂത്ത് മാർച്ചിനാണ് പീരുമേട് അസംബ്ലി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുമളിയിൽ സ്വീകരണം നൽകിയത്. നിയോജക മണ്ഡലത്തിലെ മണ്ഡലം കമ്മിറ്റികളിൽ നിന്നുള്ള 100 കണക്കിന് പ്രവർത്തകർ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തു. വർഗീയതയ്ക്കെതിരെ മനസ്സുണർത്തുവാൻ,
ഭരണ തകർച്ചയ്ക്കെതിരെ നാടുണർത്തുവാൻ എന്ന മുദ്രാവാക്യമാണ് യൂത്ത് മാർച്ചിലൂടെ ഉയർത്തിയതും. രാജ്യത്തിന്റെ മതേതരത്വ മൂല്യങ്ങൾ തച്ചുയർത്തുകൊണ്ട് ജാതിയുമായി ജനങ്ങളെ വേർതിരിക്കാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ കുൽസിത ശ്രമങ്ങളെ ചെറുത്തുതോൽപ്പിക്കാനുള്ള യുവജന മുന്നേറ്റമായി യൂത്ത് മാർച്ച് മാറിയതായും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തികഞ്ഞ പരാജയമായി ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ടു പോകുമ്പോൾ സർക്കാരുകൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ട് വൻ യുവജന മുന്നേറ്റമായി യൂത്ത് മാർച്ച് മാറിക്കഴിഞ്ഞതായും സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ACC അംഗം രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. കേരളത്തിൽ എല്ലാവരെയും ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഗവൺമെന്റ് 1ാം വാർഷികത്തിൽ തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന ഈ ജാഥ പിണറായി വിജയന്റെ അന്ത്യത്തിന്റെ ആരംഭം കുറിക്കുന്ന ഒരു ജാഥയായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് അസംബ്ലി കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട് യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇബ്രാഹിംകുട്ടി കലാർ യോഗത്തിൽ മുഖ്യപ്രഭാഷണവും നടത്തി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളികളുടെ അകമ്പടിയോടെ തുറന്ന വാഹനത്തിൽ ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ജാഥ ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് സമ്മേളന നഗരിയിലേക്ക് കടന്നുവന്നു. സമ്മേളനത്തിൽ ബ്ലോക്ക് പ്രസിഡന്റുമാരായ MM വർഗീസ്, ഷാജഹാൻ മഠത്തിൽ, DCC ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് സിറീഖ് തോമസ്, ചന്ദ്രശേഖരൻ, PR അയ്യപ്പൻ, അബ്ദുൾ റഷീദ്, അരുൺ പൊടിപ്പാറ, യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് പ്രസിഡന്റ് ബിജോ മാണി, KPCC എക്സിക്യൂട്ടീവ് മെമ്പർ ജോയ് തോമസ്, KSU ജില്ലാ പ്രസിഡന്റ് ടോണി തോമസ്, സംസ്ഥാന സെക്രട്ടറി R ഗണേശൻ, KPCC അംഗം PA ജോസഫ്, കോൺഗ്രസ് കുമളി മണ്ഡലം പ്രസിഡന്റ് ബിജു ദാനിയേൽ, യൂത്ത് കോൺഗ്രസ് കുമളി മണ്ഡലം പ്രസിഡന്റ് സനൂപ് തുപ്പറമ്പിൽ എന്നിവരും യോഗത്തിന് ആശംസകളേർന്നു. ഇടുക്കി വിഷൻ, കുമളി. ഹൈറേഞ്ച് സംരക്ഷണ സമിതിയെ വിമർശിച്ച് മുൻ DCC പ്രസിഡന്റ് റോയി K. പൗലോസ്. ഹൈറേഞ്ച് സംരക്ഷണ സമിതി 5-അംഗ തട്ടിപ്പ് സംഘമായി അവസാനിച്ചിരിക്കുകയാണെന്നും LDF അധികാരത്തിൽ വരുന്നതിന് ജോയ്സ് ജോർജിനെ വിജയിപ്പിക്കുന്നതിനു വേണ്ടി മാത്രമാണോ ഹൈറേഞ്ച് സംരക്ഷണ സമിതി പ്രവർത്തിക്കുന്നതെന്നും റോയി K. പൗലോസ് ചോദിച്ചു. ഡീൻ കുര്യാക്കോസ് നയിക്കുന്ന യൂത്ത് മാർച്ച് നെടുങ്കണ്ടത്ത് നൽകിയ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുൻകാലങ്ങളിലെ പോലെ ഹൈറേഞ്ച് സംരക്ഷണ സമിതിക്ക് ആളെ കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. 5-അംഗ തട്ടിപ്പ് സംഘമായി മാറിയിരിക്കുകയാണെന്നും റോയി K. പൗലോസ് പറഞ്ഞു. ഇതൊരു 5-അംഗ തട്ടിപ്പ് സംഘമായിട്ട് അവസാനിച്ചിരിക്കുകയാണ്. വേറെ നാട്ടിൽ ആരെയും കിട്ടുന്നില്ല. പഴയതുപോലെ ആളുകള് ഓടിക്കൂടുന്നില്ല. മറ്റേ നെടുങ്കണ്ടത്തിൽ പരിപാടി വെച്ച് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾ കൂടുതലാണെന്നോ, കട്ടപ്പന വെച്ചാൽ ആയിരക്കണക്കിന് ആളുകൾ കൂടുതലാണെന്നോ. ഇപ്പൊ പത്രത്തിൽ കാണുന്ന പേര് വരുന്ന 5 പേരടങ്ങുന്ന ഒരു തട്ടിപ്പ് സംഘം എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോഴത്തെ ഈ സമിതിയുടെ ഈ ജില്ലയിലെ സ്ഥിതി പരിശോധിക്കുമ്പോൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കുന്നതിനും MM മണിയെ വിജയിപ്പിക്കുന്നതിനും ജോയ്സ് ജോർജിനെ MP ആക്കുന്നതിനും വേണ്ടിയായിരുന്നു ഹൈറേഞ്ച് സംരക്ഷണ സമിതി പ്രവർത്തിച്ചതെന്ന് ഈ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം എടുത്തിട്ടുള്ള നിലപാടുകളിൽ നിന്ന് വ്യക്തമാണെന്നും റോയി K. പൗലോസ് പറഞ്ഞു. പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കുക എന്നുള്ള ദൗത്യം മാത്രമേ നിങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. ജോയ്സ് ജോർജിനെ MP ആക്കുക എന്നുള്ള ദൗത്യം മാത്രമേ നിങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. MM മണിയെ MLA ആക്കുക എന്നുള്ള ചുമതല മാത്രമാണോ നിങ്ങൾക്കുണ്ടായിരുന്നത്? അങ്ങനെയാണെങ്കിൽ ആ കാര്യം പറയാം. അത് മാത്രമായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്ന് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം എടുത്തിട്ടുള്ള ഈ 1 വർഷക്കാലത്തെ നിലപാട് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് എന്ന് മാത്രം സൂചിപ്പിക്കാൻ. UDF ഭരണകാലത്ത് പട്ടയങ്ങൾ നൽകുമ്പോൾ അതിനെതിരായി മുറവിളി കൂട്ടിയവർക്ക് നിലവിൽ LDF സർക്കാർ അധികാരത്തിലെത്തിയിട്ട് ആദ്യമായ പട്ടയമേള നടത്തുമ്പോഴും പത്തുചെയിൻ മേഖലയിലും ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി പ്രദേശവും ഒഴിവാക്കി പട്ടയ വിതരണം നടത്തുന്നതിൽ പ്രതിഷേധമില്ല എന്നും റോയി K. പൗലോസ് ആരാഞ്ഞു. പൊള്ളുന്ന വേനലിൽ ഇളങ്കാറ്റിന്റെ തലോടൽ തേടി ഇല്ലിക്കലിലേക്ക് സഞ്ചാരികളുടെ പ്രവാഹം. വേനൽ കടുത്തതോടെ ഇല്ലിക്കലിലേക്ക് വിദേശികൾ ഉൾപ്പെടെയുള്ള സഞ്ചാരികളാണ് എത്തുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 4000 അടിയോളം ഉയരെയുള്ള ഇല്ലിക്കല്ല് സഞ്ചാരികളുടെ ഇഷ്ടപ്രതീക്ഷയായി മാറുകയാണ്. വേനൽ കടുത്തതോടെ ദിനംപ്രതി ഇല്ലിക്കലിലേക്കുള്ള സഞ്ചാരികളുടെ എണ്ണവും വർദ്ധിച്ചു. കോട്ടയം, ഇടുക്കി ജില്ലകളുടെ അതിർത്തി തിരിക്കുന്ന സഹ്യപർവ്വതത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ഇല്ലിക്കല്ല്. 2013 മുതലാണ് ഇല്ലിക്കല്ല് വാർത്തകളിൽ സ്ഥാനം പിടിക്കുന്നത്. ഇതോടെ ജോസ് കെ മാണി MP പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും തുക അനുവദിച്ചാണ് ഇവിടേക്കുള്ള റോഡ് നിർമ്മാണം നടത്തിയത്. സദാസമയവും കാറ്റുവീശുന്ന പ്രദേശം സഞ്ചാരികളുടെ ഇഷ്ടയിടമായി വളർന്നിരിക്കുകയാണ്. ഇതിനോടകം നിരവധി മലയാള സിനിമകളുടെ ലൊക്കേഷനായും ഇല്ലിക്കല്ല് മാറിക്കഴിഞ്ഞു. അവസാനമിറങ്ങിയ ദുൽഖർ സൽമാൻ ചിത്രം CIA ഒരു ഗാനവും ഇല്ലിക്കല്ലിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇതിനോടകം മലയാള സിനിമയുടെ ഒരു ബാക്കി ലൊക്കേഷൻ കൂടിയായി മാറിയിരിക്കുകയാണ് ഇല്ലിക്കല്ല്. 2 കൂറ്റൻ മലകൾക്കിടയിലൂടെ ചാടിക്കടക്കാൻ ശ്രമിക്കുന്നതിനിടെ 3 പേർ ഇവിടെ കൊക്കയിൽ വീണ് മരണപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്ന് സഞ്ചാരികൾക്ക് മലയുടെ മുകളിൽ കയറുന്നതിന് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. മലയുടെ മുകളിൽ നീലക്കൊടുവേലി ഉണ്ടെന്ന വിശ്വാസവും ഒരു കാലത്ത് പ്രദേശവാസികൾ വെച്ചു പുലർത്തിയിരുന്നു. ഈരാറ്റുപേട്ടയിൽ നിന്നും മുട്ടം വഴി മേലുകാവിൽ നിന്നും തലനാട് അയ്യമ്പാറ വഴി ഇല്ലിക്കല്ലിൽ എത്തിച്ചേരാൻ കഴിയും. ഇവിടെ ഞാനിപ്പോൾ ആദ്യമായിട്ട് വരുന്നത് വളരെ ഭംഗിയായിട്ടുള്ള സ്ഥലമാണ്.
ഞാൻ ഉദ്ദേശിക്കുന്ന ഈ സ്ഥലം ഇങ്ങനെ ഒരിക്കലും അയക്കാതെ ഇങ്ങനെ കാത്തു സൂക്ഷിക്കുമെന്ന് വിശ്വസിക്കുന്നു. കാരണം സാധാരണ ടൂറിസ്റ്റുകൾ വന്ന പ്ലാസ്റ്റിക് മാലിന്യം എപ്പോഴും ഇവിടെ വരുന്ന കാരണത്താൽ അതെനിക്ക് ഭയങ്കര വിഷമമുണ്ട്. അതിങ്ങനെ വന്ന് നശിച്ചാൽ നമ്മുടെ കേരളത്തിന്റെ ഒരു ഏറ്റവും നല്ല ഭംഗിയായ ഒരു സ്ഥലം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നേരത്തെ തന്നെ ഗവൺമെന്റ് അതോറിറ്റി അതിന് തക്ക പ്രിക്കോഷൻ എടുക്കണം. മലമുകളിലേക്ക് വാഹനത്തിരക്ക് വർദ്ധിച്ചതോടെ ടൂറിസം വകുപ്പ് ഏർപ്പെടുത്തിയ ജീപ്പിലാണ് അടിവാരത്തു നിന്നും സന്ദർശകരെ മലമുകളിൽ എത്തിക്കുന്നതും. ലാജി പ്ലാത്തോട്ടം, ന്യൂസ് ബ്യൂറോ, പടിയേരിക്കണ്ടം. വാർത്തകളിൽ ചെറിയൊരു ഇടവേള. ഹൈറേഞ്ച് മേഖലയിൽ വിശ്വസ്തയുടെ 25 വർഷം പൂർത്തിയാക്കുന്ന വൈറ്റ് മാർട്ട് കൊച്ചുപുരയ്ക്കൽ ഏജൻസീസ് അവതരിപ്പിക്കുന്നു നിങ്ങൾക്കായി മഹാലാഭത്തിന്റെ മഹോത്സവം. ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കുവാൻ ലോകോത്തര ബ്രാൻഡുകളുടെ ടെലിവിഷൻ, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, മൈക്രോവേവ് ഓവൻ, മ്യൂസിക് സിസ്റ്റം, വാക്വം ക്ലീനർ, എയർ കണ്ടീഷണർ തുടങ്ങിയ എല്ലാത്തരം അപ്ലയൻസസും ഏറ്റവും വിലക്കുറവിൽ. കൂടാതെ ഈസി ഫിനാൻസ്, ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെന്റ്, ലോ EMI, സുതാര്യമായ വ്യവസ്ഥകൾ, ഏറ്റവും എളുപ്പം തവണകളിലൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അപ്ലയൻസസ് സ്വന്തമാക്കാം. വൈറ്റ് മാർട്ട് കൊച്ചുപുരയ്ക്കൽ ഏജൻസീസ്, എടശ്ശേരി ജംഗ്ഷൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കട്ടപ്പന. കാർഡമം ടയറിന് വേണ്ടിയിട്ട് മാത്രം ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ സെർവോ കൺട്രോളറിന്റെ ഗുണങ്ങൾ: 1, 1 മണിക്കൂർ തൊട്ട് 3 മണിക്കൂർ വരെ സമയലാഭം കിട്ടും. 2, കളർ ചേർക്കാതെ തന്നെ പച്ച കളറിൽ ഏലക്ക ഉണങ്ങിയെടുക്കാൻ കഴിയും. 3, ഇന്ധന ലാഭം ഭയങ്കരമായിരിക്കും. ഈ മെഷീൻ സ്റ്റോറിൽ പിടിപ്പിച്ചു കഴിഞ്ഞാൽ സ്റ്റെപ്പപ്പിന്റെയോ സ്റ്റെബിലൈസറിന്റെ ആവശ്യമില്ല. 130 വോൾട്ട് മുതൽ 290 വരെ ഇത് സ്റ്റെബിലൈസ് ചെയ്തിട്ട് ഔട്ട്പുട്ട് നമുക്ക് 230 വോൾട്ട് സ്റ്റഡിയാക്കി തരും. ഉപ്പൻമാക്കൽ കാർഷിക നഴ്സറി, മേലച്ചിനാർ. അത്യുൽപാദന ശേഷിയുള്ള കരിമുണ്ട, നീലമുണ്ടി, പന്നിയൂർ വൺ കൊടുത്തൈകൾ, ഹൈബ്രിഡ് കൊക്കോ തൈകൾ, നാടൻ ജാതിയിൽ ബഡ് ചെയ്ത ജാതി തൈകളും, തെങ്ങ്, മാവ് മുതലായ ഫലവൃക്ഷ തൈകളും മിതമായ നിരക്കിൽ ലഭ്യമാകുന്ന ഹൈറേഞ്ചിലെ ഏക സ്ഥാപനം ഉപ്പൻമാക്കൽ കാർഷിക നഴ്സറി, മേലച്ചിനാർ. ക്യാപിറ്റൽ ടയർ പ്ലാസ, ഇടുക്കി റോഡ്, കട്ടപ്പന. ക്യാപിറ്റൽ ടയർ പ്ലാസയുടെ നവീകരിച്ച വിശാലമായ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. 3D വീൽ അലൈൻമെന്റിന്റെ കൃത്യതയ്ക്ക് ഇടുക്കി ജില്ലയിൽ ആദ്യമായി USA ടെക്നോളജി 4 ക്യാമറ മെഷീൻ, ആധുനിക ടയർ ചേഞ്ചർ, പൂർണ്ണമായും എയർ വലിച്ചു കളഞ്ഞ് റീഫിൽ ചെയ്യുന്ന അത്യാധുനിക നൈട്രജൻ മെഷീൻ, മോഡേൺ അലോയ് വീൽസ്, എല്ലാ കമ്പനികളുടെയും ടയറുകൾ ഡിസ്കൗണ്ട് വിലയിൽ, പുകപരിശോധനാ കേന്ദ്രം, വിദഗ്ധ പരിശീലനം നേടിയ ടെക്നീഷ്യന്മാർ, 2 വീലർ ടയറുകൾ. ക്യാപിറ്റൽ ടയർ പ്ലാസ, ഇടുക്കി റോഡ്, കട്ടപ്പന. ഇന്നു ഞാൻ ഓർക്കുന്നു ബാല്യകൗമാര വനാന്തര സുഹൃതികൾ. അമ്മതന്നകിളിൽ അമൃതം നുണഞ്ഞതും നടക്കാൻ പഠിച്ചതും യാത്ര പോയതും ജലസ്രോതസ്സു തേടി പിന്നെ അമ്മയോടൊത്ത് നീരാടി തുടിച്ചതും. കിർലോസ്കർ പമ്പ്സ്, ലോകം സാക്ഷ്യപ്പെടുത്തിയ ഗുണമേന്മ. കിർലോസ്കർ, കാലം തെളിയിച്ച വിശ്വാസം. അംഗീകൃത വിതരണക്കാർ GNS ഇലക്ട്രിക്കൽ സർവീസസ്, കട്ടപ്പന, നെടുങ്കണ്ടം. പെട്രോൾ ഫാഷൻസിൽ സമ്മർ കളക്ഷൻസ്, പൊന്നോമനകൾക്കായി ട്രെൻഡി കളക്ഷൻസുമായി കിഡ്സ് വെയർ. സ്ത്രീ ഹൃദയങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് നിറപ്പകിട്ടേകുവാൻ ലേഡീസ് വെയർ. പുതുപുത്തൻ ട്രെൻഡുകളുമായി മെൻസ് വെയർ. ലേഡീസ് സെക്ഷനിൽ എല്ലാ വസ്ത്രങ്ങൾക്കും 20% ഡിസ്കൗണ്ട്. വേഗമാകട്ടെ, ഈ ഓഫർ മെയ് 6-ാം തീയതി വരെ മാത്രം. പെട്രോൾ ഫാഷൻസ്, പള്ളിക്കവല, കട്ടപ്പന. ജാഗ്വാർ, പാരിവെയർ, ബാത്തിക്സ്, സാനിറ്ററി വെയർ ആൻഡ് ബാത്ത് ഫിറ്റിംഗ്സ്, സുപ്രീം പൈപ്പിംഗ് സൊല്യൂഷൻ, വാട്ടർ ടെക് ടാപ്സ്, ഡയമണ്ട്, ഫ്രാങ്കി, മെട്രോ തുടങ്ങിയ ബ്രാൻഡുകളുടെ കിച്ചൺ സിങ്കുകൾ, വൈക്കിംഗ്, എംബ്ര, CP ഫിറ്റിംഗ്സ്. മേക്ക് യുവർ ഹോം ആസ് യു ഡ്രീം. കൊല്ലംകുടിയിൽ ഏജൻസീസ്, കട്ടപ്പന. കണ്ടില്ലേ, രോഹിണി കാലിത്തീറ്റയുടെ ഗുണം ഇപ്പൊ മനസ്സിലായില്ലേ? ഡോക്ടർ പറഞ്ഞത് വളരെ ശരിയാണ്. രോഹിണി കാലിത്തീറ്റ കൊടുത്തു തുടങ്ങിയത് മുതൽ ആ വ്യത്യാസം കണ്ടു തുടങ്ങി. അധികം പാല്, അധികം ലാഭം, കന്നുകാലികൾക്ക് ആരോഗ്യം. രോഹിണി കാലിത്തീറ്റ.
കർഷകർക്കൊരു സന്തോഷ വാർത്ത. കേരളത്തിൽ ആദ്യമായി മണ്ണിനെ സ്നേഹിക്കുന്ന കർഷകർക്കായി ഒരു സമ്പൂർണ്ണ ജൈവവളം ജീവൻ പ്ലസ്. 12 തരം പിണ്ണാക്കുകളും മഞ്ഞൾപ്പൊടിയും മഞ്ഞൾ വേസ്റ്റും പുകയില വേസ്റ്റും പ്രോട്ടീനുകളും കാർബോഹൈഡ്രേറ്റുകളും മറ്റ് സൂക്ഷ്മ മൂലകങ്ങളും ചേർന്ന ഒരു സമ്പൂർണ്ണ ജൈവവളം. വേരുചീയൽ, തട്ടുമറിച്ചിൽ, അഴുകൽ രോഗങ്ങളിൽ നിന്നും ഏലച്ചെടിയെ സംരക്ഷിക്കുന്നതിന് ജുവൻ പ്ലസ് വണ്ടർ കേക്കുകൾ. ഇത് ഉപയോഗിക്കുമ്പോൾ ചെടിയുടെ രോഗപ്രതിരോധ ശേഷി 10 മടങ്ങായി വർദ്ധിക്കുന്നു. Applied for IMO certificate and ISO 9001-2008 certified products. Western Agro Trading Company, Srinima Building, Kumali. വാർത്തകൾ തുടരുന്നു. കിളിയാറുകണ്ടം വാഹനാപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന യുവതി മരണമടഞ്ഞു. രാജമുടി സ്വദേശിനി ചേരോലിൽ ഷിജിയാണ് മരിച്ചത്. കഴിഞ്ഞ ഫെബ്രുവരി 18-ന് വൈകുന്നേരം 7 മണിയോടെ വെട്ടിക്കാമറ്റം ചാലിസിറ്റി റോഡിൽ കിളിയാർകണ്ടത്തിനും പ്രകാശിനുമിടയിൽ മേലെ ചിന്നാർ സ്വദേശി അമ്പാട്ട് പാപ്പച്ചന്റെ KL37 1356 എന്ന ഓട്ടോറിക്ഷ കൊക്കയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ സുഷുമ്ന നാഡിക്ക് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന രാജമുടി ചേരോലിക്കൽ ആന്റണിയുടെ ഭാര്യ 41 വയസ്സുള്ള ഷിജിയാണ് മരണത്തിന് കീഴടങ്ങിയത്. ഷിജിയും മക്കളായ സ്നേഹ, സാന്ദ്ര, ജോബിൻ, ജോയൽ എന്നിവരുമാണ് ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്തിരുന്നത്. ഇതിൽ ഷിജിക്ക് മാത്രമായിരുന്നു ഗുരുതരമായി പരിക്കേറ്റത്. പെരുന്തേനരുവി അന്ത്യാംകുളം കുടുംബാംഗമായിരുന്നു ഷിജി. കട്ടപ്പന, എറണാകുളം എന്നിവിടങ്ങളിലെ ആശുപത്രികളിൽ ചികിത്സ നടത്തിയ ശേഷം കാഞ്ഞിരപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് പറക്കമുറ്റാത്ത 4 കുരുന്നുകളെയും ഭർത്താവ് ആന്റണിയെയും തനിച്ചാക്കി ഷിജി യാത്രയായത്. രാജമുടി ചേരോലിക്കൽ ഭവനത്തിലെത്തി ആയിരങ്ങൾ ഷിജിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു. തുടർന്ന് രാജമുടി ക്രിസ്തുരാജ ദേവാലയ സെമിത്തേരിയിൽ നിരവധി വൈദികരുടെ കാർമ്മികത്വത്തിൽ മൃതദേഹം സംസ്കരിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, തോപ്രാൻകുടി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം NB ബേബിയുടെ മകൻ മഞ്ജുഷിന് ജന്മനാട് കണ്ണീരോടെ വിട നൽകി. കഴിഞ്ഞ ദിവസം കരിമണലിൽ ഉണ്ടായ വാഹനാപകടത്തിലാണ് മഞ്ജുഷ് മരണമടഞ്ഞത്. കഴിഞ്ഞ ദിവസം കരിമണൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കൊടക്കല്ലിലുണ്ടായ കാർ അപകടത്തിൽ മരണമടഞ്ഞ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കർഷക സംഘം ഇടുക്കി ജില്ലാ സെക്രട്ടറിയുമായ NB ബേബിയുടെ മകൻ മഞ്ജുഷിന്റെ സംസ്കാരം ആയിരക്കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ പണിക്കൻകുടി സെന്റ് ജോൺ വിയാനി പള്ളി സെമിത്തേരിയിൽ നടന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, പൊതുപ്രവർത്തകർ, നാട്ടുകാർ എന്നിവരുൾപ്പെടെ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു ശവസംസ്കാര ചടങ്ങുകൾ. പണിക്കൻകുടി ഞാറക്കുളത്തെ വീട്ടിൽ ബുധനാഴ്ച രാവിലെ 10:30 പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. മഞ്ജുഷിന്റെ സഹപാഠികളും സഹപ്രവർത്തകരുമായ 100 കണക്കിന് ആളുകൾ രാവിലെ തന്നെ പണിക്കൻകുടിയിലെത്തിയിരുന്നു. പരേതനോടുള്ള ആദരസൂചകമായി ബുധനാഴ്ച ഉച്ച മുതൽ വൈകിട്ട് വരെ പണിക്കൻകുടിയിൽ കടകമ്പോളങ്ങൾ അടച്ചു. 100 കണക്കിന് വാഹനങ്ങൾ പണിക്കൻകുടി ടൗണിൽ നിന്നും പള്ളിയിലേക്കുള്ള വിലാപയാത്രയിൽ പങ്കുചേർന്നു. മന്ത്രി MM മണി, റോഷി അഗസ്റ്റിൻ MLA, CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ EM ആഗസ്തി, ജോസ് പാലത്തിനാൽ, ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ തുടങ്ങിയവർ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ്, ചെമ്പകപ്പാറ. NCC ദേശീയ റൈഫിൾ ഷൂട്ടിംഗ് ടീമിനെ തിരഞ്ഞെടുക്കുവാനായി ഇരട്ടയാറ്റിൽ നടത്തിയ സംസ്ഥാനതല ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ കോട്ടയം ഗ്രൂപ്പ് 1-ാം സ്ഥാനം നേടി. 5 ജില്ലകളിൽ നിന്നുമായി 40ഓളം കേഡറ്റുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. NCC ദേശീയ റൈഫിൾ ഷൂട്ടിംഗ് ടീമിനെ തിരഞ്ഞെടുക്കാനായി ഇരട്ടയാറ്റിൽ നടത്തിയ സംസ്ഥാനതല ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ കോട്ടയം ഗ്രൂപ്പ് 1789 പോയിന്റുമായി ഓവറോൾ കിരീടം കരസ്ഥമാക്കി. 1709 പോയിന്റുമായി തിരുവനന്തപുരം ഗ്രൂപ്പ് 2ഉം 1592 പോയിന്റുമായി കൊല്ലം ഗ്രൂപ്പ് 3-ാം സ്ഥാനവും നേടി. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുമുള്ള 40ഓളം ഷൂട്ടർമാരാണ് മത്സരത്തിൽ പങ്കെടുത്തത്. 359 പോയിന്റ് നേടി കോട്ടയം ഗ്രൂപ്പിലെ നന്ദന രാജീവ് യങ് ബഡ്ഡിംഗ് ഫയററായി. ബെസ്റ്റ് ഫയററായി ആൺകുട്ടികളിൽ കോട്ടയം ഗ്രൂപ്പിലെ ടോം ജോസഫ് 1-ാം സ്ഥാനം നേടി. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ബെസ്റ്റ് ഫയററായി തിരുവനന്തപുരം ഗ്രൂപ്പിലെ SS സീത 1-ാം സ്ഥാനം കരസ്ഥമാക്കി. കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റ് ഒഫീഷ്യേറ്റിംഗ് അഡീഷണൽ ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ BJ ജഗദീഷിൽ നിന്ന് കോട്ടയം ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ PK സുനിൽകുമാർ, ട്രെയിനിംഗ് ഓഫീസർ കേണൽ വൃന്ദാവൻ ലാൽ, ഇന്റർ ഗ്രൂപ്പ് കോമ്പറ്റീഷന്റെ ക്യാമ്പ് കമാൻഡർ ലഫ്റ്റനന്റ് കേണൽ GR സുനിൽകുമാർ, NCC ഓഫീസർ ലഫ്റ്റനന്റ് റെജി ജോസഫ്, കോട്ടയം ഗ്രൂപ്പിലെ മികച്ച ഷൂട്ടർമാർ എന്നിവർ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഏറ്റുവാങ്ങി. ഇടുക്കി വിഷൻ ന്യൂസ്, എരട്ടയാർ. അടിമാലി കുമളി ദേശീയപാതയുടെ 2ാം ഘട്ട നിർമ്മാണത്തിനായി 64 കോടി രൂപ കൂടി കേന്ദ്രത്തിൽ നിന്നും അനുവദിച്ചു. 2017-18 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തുക അനുവദിച്ചത്. അടിമാലി കുമളി ദേശീയപാത 185-ന്റെ 2ാം ഘട്ട പ്രവർത്തനങ്ങൾക്കായി 64 കോടി രൂപ കൂടി കേന്ദ്രത്തിൽ നിന്നും അനുവദിച്ചു. ഇത് സംബന്ധിച്ച ഉത്തരവും ഭരണാനുമതിയും കേന്ദ്ര ദേശീയപാത വിഭാഗം പുറത്തിറക്കി. 2017-18 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 64 കോടി രൂപയുടെ കേന്ദ്രാനുമതിയായത്. കീരിത്തോട് മുതൽ നാരകക്കാനം ഡബിൾ കട്ടിംഗ് വരെയുള്ള ഭാഗം നവീകരിച്ച് BMBC ടാറിംഗ് പൂർത്തിയാക്കുന്നതിനാണ് തുക അനുവദിച്ചിട്ടുള്ളത്. ഇടുക്കി ജില്ലയ്ക്ക് കുറുകെ പുതിയ ദേശീയപാതയായി പ്രഖ്യാപിച്ച അടിമാലി കുമളി ദേശീയപാതയുടെ ആദ്യഘട്ട പ്രവർത്തനം
പ്രവർത്തനങ്ങൾക്ക് 100 കോടി രൂപ അനുവദിച്ചിരുന്നു. അടിമാലി മുതൽ കീരത്തോട് വരെയും കുമളിയിൽ നിന്ന് ആനവിലാസം, വള്ളക്കടവ്, വെള്ളയാംകുടി, കാൽവരി മൗണ്ട്, ഡബിൾ കട്ടിംഗ് വരെയുള്ള ഭാഗം നിർമ്മാണം പൂർത്തിയായിരുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KT ജലീലാണ് അടിമാലിയിൽ നിർമ്മാണോദ്ഘാടനം നടത്തിയത്. 2016 ഡിസംബറിൽ നിശ്ചിത സമയത്ത് തന്നെ നിർമ്മാണം പൂർത്തിയാക്കിയതിനെ തുടർന്നാണ് ഉടൻ തന്നെ 64 കോടി രൂപ കൂടി ലഭിച്ചതെന്നും അധികൃതർ അറിയിച്ചു. ആദ്യം നമ്മൾ ഇതൊരു 2 അല്ലെങ്കിൽ ഒരു 3-4 കിലോമീറ്റർ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന ലെയർ ചെയ്തു പോയിട്ട് അടുത്ത ലെയർ അടുത്ത മിക്സ് പ്രൊപ്പോർഷനിൽ നമ്മൾ കൊണ്ടുവന്ന് ചെയ്യും. ഞങ്ങൾ മാക്സിമം നല്ല രീതിയിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഒരു 5% എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഇട്ട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനൊരു 95%, ഒരു 100% നല്ല രീതിയിൽ തന്നെയാണ് ഞങ്ങളിത് ചെയ്തു പോകുന്നത്. ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി 2 മാസത്തിനുള്ളിൽ നിർമ്മാണം ആരംഭിക്കാൻ കഴിയുമെന്നും അധികൃതർ പറയുന്നു. വികസനം സമയബന്ധിതമായി നടപ്പിലാക്കുന്നതിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് അടിമാലി കുമളി ദേശീയപാതയുടെ പ്രവർത്തനത്തിൽ ഉണ്ടായിരിക്കുന്നത്. കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയിൽ വീണ്ടും വാഹനാപകടം. കാഞ്ചിയാർ പാലക്കടയിലാണ് കാറും ബസും തമ്മിൽ കൂട്ടിയിടിച്ചത്. അപകടത്തിൽ കാർ ഭാഗികമായി തകർന്നു. കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയിൽ അപകടങ്ങൾ തുടർക്കഥയായി മാറുകയാണ്. ഇന്ന് കാഞ്ചിയാർ പള്ളിക്കവല പാലക്കടയിലാണ് അപകടമുണ്ടായത്. ഒരേ ദിശയിൽ വന്ന കാറും ബസും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. മുൻപേ പോകുകയായിരുന്ന കാറിനെ പിറകെ വരികയായിരുന്ന സ്വകാര്യ ബസ് മറികടക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ആർക്കും തന്നെ പരിക്കില്ല. എന്നാൽ കാറിന്റെ പിൻവശത്തെ ഡോറിന്റെ കുറച്ചു ഭാഗം തകർന്നു. അശ്രദ്ധമായ ഡ്രൈവിംഗും റോഡിലെ വളവുകളുടെ വീതി കുറവുമാണ് അപകടങ്ങളുടെ പ്രധാന കാരണം. അപകടങ്ങൾ സംസ്ഥാന പാതയിൽ തുടർക്കഥയാകുമ്പോഴും PWD അധികൃതർ ഇതൊന്നും കണ്ടില്ല എന്ന ഭാവം നടിക്കുകയാണ്. ഇടുക്കി വിഷൻ ന്യൂസ്, കാഞ്ചിയാർ. 12ഓളം കുടുംബങ്ങളുടെ ഏക ആശ്രയമായ കല്യാണത്തണ്ട് കുരിശുമല റോഡിന് ശാപമോക്ഷമില്ല. റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ നിരവധി പരാതികൾ നൽകിയിട്ടും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. 12ഓളം കുടുംബങ്ങളുടെ ഏക ആശ്രയമായ കല്യാണത്തണ്ട് കുരിശുമല റോഡിന് ശാപമോക്ഷമില്ല. നിലവിൽ ഇതുവഴി കാൽനടയാത്ര പോലും അസാധ്യമാണ്. റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ നിരവധി പരാതികൾ നൽകിയെങ്കിലും യാതൊരുവിധ നടപടികൾ സ്വീകരിക്കാനും അധികൃതർ തയ്യാറായിട്ടില്ല. റോഡിലെ വൻകർത്തങ്ങളും വൻകയറ്റങ്ങളും വാഹനയാത്രികർക്ക് വൻ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഉടൻ തന്നെ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന. പരാതികൾക്ക് ഫലമുണ്ടായില്ല. ഒടുവിൽ പാർട്ടി പ്രവർത്തകർ തന്നെ നേരിട്ടിറങ്ങി. ഏലപ്പാറ നഗരത്തിലെ തോട്ടിലെ മാലിന്യം നീക്കം ചെയ്താണ് CPIM പ്രവർത്തകർ നാടിന് മാതൃകയായത്. അനുദിനം മാലിന്യ പ്രശ്നം രൂക്ഷമായി മാറുന്ന ഏലപ്പാറ നഗരത്തിലെ തോടിന്റെ ദുരവസ്ഥ ഇടുക്കി വിഷൻ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കിയ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ആരോഗ്യവകുപ്പിനും പഞ്ചായത്തിനും കഴിഞ്ഞിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഏലപ്പാറ തോട്ടിലെ അനുദിനം പെരുകുന്ന മാലിന്യം നീക്കാൻ പാർട്ടി പ്രവർത്തകർ തന്നെ നേരിട്ടിറങ്ങിയത്. ഏലപ്പാറ, ചെമ്മണ്ണ് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ CPIM പ്രവർത്തകരാണ് മാലിന്യമുക്ത നാടിനായി കൈകോർത്തത്. എല്ലാ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിലും ശുചീകരണ പരിപാടികൾ നടത്താൻ തീരുമാനിച്ചു. ആ തീരുമാനത്തിന്റെ ഭാഗമായി ഏലപ്പാറയിലെ ചെമ്മണ്ണ്, ഏലപ്പാറ ലോക്കൽ കമ്മിറ്റികൾ സംയുക്തമായി ഏലപ്പാറ ടൗണിലുള്ള ഈ തോടിന്റെ ശുചീകരണം നടത്തുന്നതിന് വേണ്ടിയാണ് തീരുമാനം. ഏലപ്പാറ അമ്പലത്തിന്റെ ഭാഗം മുതൽ പാലം ജംഗ്ഷൻ വരെയുള്ള ഭാഗമാണ് വൃത്തിയാക്കിയത്. തോടിന്റെ സമീപത്ത് താമസിക്കുന്നവരും വ്യാപാരികളും പുറത്തുനിന്നും എത്തുന്നവരുമാണ് തോട്ടിൽ മാലിന്യം നിക്ഷേപിക്കുന്നത്. വശങ്ങളിലെ കാടുകൾ വെട്ടിനീക്കുകയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്തു. ഏലപ്പാറയിൽ വൻതോതിൽ മാലിന്യം തോട്ടിൽ നിക്ഷേപിക്കുന്നത് പതിവായിട്ടും ആരോഗ്യവകുപ്പ് നടപടി സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. ഇത്തരത്തിൽ ഏലപ്പാറ നഗരത്തിൽ നിയമവിരുദ്ധമായി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുന്ന സംഭവങ്ങൾ വ്യാപകമാണ്. തോട് വൃത്തിയാക്കുന്നതോടെ മാലിന്യ നിക്ഷേപത്തിന് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രവർത്തകർ. ഇടുക്കി വിഷൻ ന്യൂസ്, ഏലപ്പാറ. ഇനി ഇന്നത്തെ കമ്പോള വില നിലവാരത്തിലേക്ക്. കമ്പോള വില നിലവാരം സമാപിക്കുന്നു. സ്വർണം, വെള്ളി നിരക്കുകൾ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ഇടുക്കിയിൽ ഒന്നാം ഘട്ടമായി 5300 പട്ടയങ്ങൾ വിതരണം ചെയ്യുമെന്ന് ജില്ലാ കളക്ടർ GR ഗോകുൽ. 21-ന് കട്ടപ്പനയിൽ നടക്കുന്ന പട്ടയമേളയുടെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലെന്നും കളക്ടർ.
ഹോട്ടൽ ഉടമയെ വെട്ടിക്കൊന്ന കേസിലെ പ്രതി കട്ടപ്പന പോലീസിന്റെ പിടിയിലായി. കൊച്ചിയിലെ പ്രമുഖ ഹോട്ടൽ ഉടമയെ വെട്ടിക്കൊന്ന പുളിയൻമല പരുത്തിക്കാട്ടിൽ PS രതീഷിനെയാണ് കട്ടപ്പന പോലീസ് പിടികൂടിയത്. മന്ത്രി M. M. മണിയെ കടുത്ത ഭാഷയിൽ വിമർശിച്ച രാജ്മോഹൻ ഉണ്ണിത്താൻ. കിളിയാറകണ്ടം വാഹനാപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന യുവതി മരണമടഞ്ഞു. രാജമുടി സ്വദേശിനി ചേരോലിൽ ഷിജിയാണ് മരിച്ചത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം NB ബേബിയുടെ മകൻ മഞ്ജുഷിന് ജന്മനാട് കണ്ണീരോടെ വിട നൽകി. പൊള്ളുന്ന വേനലിൽ ഇളങ്കാറ്റിന്റെ തലോടൽ തേടി ഇല്ലിക്കല്ലിലേക്ക് സഞ്ചാരികളുടെ പ്രവാഹം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം നാട്ടുവിശേഷം കാണാം. നമസ്കാരം. ഇടുക്കി വിഷൻ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡിസൈനിങ്ങിന്റെ പ്രൗഢി ഗായത്രി ഡിസൈൻസ്. Materials, sarees, designing, stitching, ladies ranges in all categories. Gayatri Designs.